എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അംബർല പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അംബർല പലാസോ പാൻറ്റും ടോപ്പുമാണ്. അതുകൊണ്ട് തന്നെ പലാസോ പാൻറ്റിൻ്റെ ഒരു കട്ടിങ്ങാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 മീറ്റർ തുണിയുണ്ട്. 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുണി എടുത്തിരിക്കുക കുറച്ച് കട്ടിയുള്ള തുണിയാണ്, കുഴപ്പമില്ല, ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളിതിൻ്റെ കരയുടെ ഭാഗം കൃത്യമായിട്ട് 2 പീസായിട്ട് ഇതേപോലെ മടക്കുക, ഇതേപോലെ മടക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കറക്റ്റ് മടക്കി എടുത്തിട്ട് അതിനുശേഷം ഈ ഭാഗം ഒരുപോലെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക. കരയുടെ ഈ ഭാഗം ക്ലിയറാക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളാദ്യം പിടിച്ച ഇതിൽ നിന്ന് മടക്കിയിട്ട് ഇവിടുത്തെ ഇതേപോലെ കോണായിട്ട് മടക്കാം. കറക്റ്റ് ഇതേപോലെ കോണായി മടക്കിയിട്ട് ഇതുപോലെ വെക്കുക. ടേബിൾ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് തുണി അതേപോലെ നിൽക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഇത് വെക്കുക. ഇതുപോലെ കറക്റ്റായി വെച്ചതിന് ശേഷം മുപ്പത്തി 8 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പാൻറ്റാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. 38 ഇഞ്ച് എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളുടെ ഒരു വലിയൊരു പെൺകുട്ടിയുടെ അളവാണ് 38 ഇഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഈ മോഡൽ കാണിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കതിന് ചെറുതും വലുതുമായിട്ട് അതിനനുസരിച്ച് അളവ് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 ഇഞ്ച് അരവണ്ണമുള്ള ഒരു കുട്ടിക്കാണ് നമ്മളിതിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിതിന് വെക്കുന്നത് എലാസ്റ്റിക്കാണ്, മുകളിലത്തെ ഭാഗം എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടുന്നുണ്ട്, അരവണ്ണം. അപ്പോൾ നമ്മളൊരു 40 ഇഞ്ചിൽ കേട്ടോ, ഒരു 10 ഇഞ്ച് കൂടുതലിട്ടിട്ട് 40 ഇഞ്ച് വേണം നമുക്ക്. അപ്പോൾ 40 ഇഞ്ചിൻ്റെത് നമ്മളിപ്പോൾ ഇത് 4ആയി മടക്കിയിട്ടുണ്ട്. 1 2 3 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 40 ഇഞ്ച് വരുമ്പോൾ 10 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്. 10 ഇഞ്ച് ലെങ്ത്ത് അരവണ്ണം നമുക്കിവിടെ കിട്ടണം. അപ്പോൾ 4 പീസിൻ്റെ കൂട്ടുമ്പോൾ 40 ഇഞ്ചായി. അപ്പോൾ എലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ് അത്ര അങ്ങനെ കൂടുതലിടുന്നത്. എലാസ്റ്റിക് വേണ്ടെങ്കിൽ കറക്റ്റ് എത്രയാണോ അളവ് തന്നെ നിങ്ങൾ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 38 ഇഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 40 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എവിടെയാണ് 10 ഇഞ്ച് ലൂസ് കിട്ടണം. ഇവിടെ കറക്റ്റ് 10 ഇഞ്ച്. ഇപ്പോൾ 10 ഇഞ്ച് വരുന്നത് ഇവിടെയാണ് 10 ഇഞ്ച് കിട്ടുന്നത്. കറക്റ്റായിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, കറക്റ്റ് 10 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര 13 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ 13 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ എടുത്തു കൊണ്ടുവരണം. ഇവിടെ അതേപോലെ 13 ഇഞ്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇതേപോലെ
കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം, റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് 13 ഇഞ്ചാണ്. ഇവിടെയും 13 ഇഞ്ച്, ഇവിടെയും 13. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 10 ഇഞ്ച് ലൂസ് വേണ്ടുന്നതുകൊണ്ടാണ് നമ്മൾ 13 ഇഞ്ചിൽ അവിടെ വെച്ചിരിക്കുന്നത്. ഈ അളവിലാണ് നമുക്കിവിടെ 10 ഇഞ്ച് ലൂസ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് 38 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ 38 ഇഞ്ച് ലെങ്ത്ത് വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് എലാസ്റ്റിക് വരും. അപ്പോൾ എലാസ്റ്റിക്കും കഴിച്ചിട്ട് നമുക്ക് 37 ഇഞ്ച് ലെങ്ത്ത് കിട്ടണം. ഇപ്പോൾ 37 ഇഞ്ച് ലെങ്ത്ത് കിട്ടുമ്പോൾ 1/2 ഇഞ്ച് നമുക്ക് ഇതിന് എലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള സ്റ്റിച്ചിങ് തുണി ഇവിടെ കിട്ടണം. അപ്പോൾ നമ്മൾ 37.5 തന്നെ വെച്ച് കട്ട് ചെയ്യാം. 37.5 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ കട്ട് ചെയ്യണം. മുകളിലോട്ട് 37.5 ഇഞ്ച് കറക്റ്റായിട്ട് 37.5 ഇഞ്ച് ഇവിടെ വെക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് നമുക്ക് താഴെ സ്റ്റിച്ചിങ്ങിനും കൂടെ വേണം. അപ്പോൾ നമ്മൾ ടോട്ടൽ 38.5 ഇഞ്ചാണ് ലെങ്ത്ത് വെച്ചിട്ടുള്ളത്. ടോട്ടൽ 38.5 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഈ 38.5 ഇഞ്ച് ഇവിടെ കിട്ടി. ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ 38.5 മാർക്ക് ചെയ്യുക. ഇവിടെയും വെക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ 38 വെക്കാം. ഇവിടെ 38.5. ടേബിൾ വീതി പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. ഈ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എലാസ്റ്റിക് വെക്കേണ്ട ഭാഗം 1 ഇഞ്ച് കഴിച്ച്, അതുപോലെ ഇവിടുത്തെ തയ്യൽ തുണി എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള 1/2 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ, അതായത് 1 ഇഞ്ചും 1.5 ഇഞ്ച് കുറച്ച് 38.5 സ്റ്റിച്ചിങ് അടക്കം വെച്ചിട്ടുള്ളത്. എല്ലാം 38. അതിനുശേഷം നമ്മളിവിടെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ താഴത്തെ ഭാഗം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ.
അതിനുശേഷം നമ്മളിതിങ്ങനെ മറച്ച് വെച്ചിട്ട് നമുക്കിവിടെ ഒരു 11 ഇഞ്ച് കിട്ടണം. 15 നമുക്ക് എലാസ്റ്റിക് അടക്കം വരുന്നതാണ്. അപ്പോൾ 11 ഇഞ്ചിന് നമ്മളൊരു 10.5 ഇഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുണി പോകും. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ക്രോസ് ആയിട്ട് തയ്ച്ച് ഇതേപോലെ കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം. കറക്റ്റ് ഇതിലെ കൂടെ അത് വെക്കുമ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ 40 ഇഞ്ച് കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ലൂസ് ഇവിടെ അധികം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 2 ഇഞ്ച് കൃത്യമായിട്ട് തന്നെ വെക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിലേക്കൂടെ ഈ കറക്റ്റായിട്ട് ഇതിലേക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് അപ്പോൾ നമ്മുടെ അതിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നമ്മളിത് കറക്റ്റ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ എലാസ്റ്റിക് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് എലാസ്റ്റിക്കിൻ്റെ വീതി. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് നമുക്കതിന് 3 ഇഞ്ച് വീതിയുള്ള പീസ് എടുക്കണം. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള പീസും വേണം. 40 ഇഞ്ചാണ് നമുക്കതിൻ്റെ അരവണ്ണം വെച്ചിട്ടുള്ളത്. സൈഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 40 ഇഞ്ചിന് ഞാൻ ഇത് മടക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് വേണ്ടത് 20 ഇഞ്ചേ വേണ്ടു. 20 ഇഞ്ചും അങ്ങനെ 1 ഇഞ്ച് എലാസ്റ്റിക്കിന് നമ്മളിതിങ്ങനെ മടക്കി വെക്കുമ്പോൾ 2 ഇഞ്ച് വേണം. രണ്ടും അതിൻ്റെ സ്റ്റിച്ചിങ്ങിനുള്ള തുണിയും കൂടെ 3 ഇഞ്ച്.
നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇതാണ് ബെൽറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മടക്കി വെച്ചാൽ 1 ഇഞ്ച് എലാസ്റ്റിക്കും 1/2 ഇഞ്ച് തയ്യൽ തുണി. ഇതാണ് അപ്പോൾ ബെൽറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പലാസോ അംബ്രല്ല പാൻറ്റിന് വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉള്ള വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇതിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും മോഡൽ ഡ്രസ്സുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും.